ഹായ് എവരിവൺ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് ഹോമറിന്റെ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കി ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത മൂവി ദി ഒഡീസി. ട്രോജൻ യുദ്ധം കഴിഞ്ഞ് ഇത്താക്കയിലേക്ക് മടങ്ങുന്ന ഒഡീസിയുടെയും സൈനികരുടെയും അവർക്ക് മുമ്പിലെ തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെയാണ് ഈ മൂവിയിൽ. എത്രയൊക്കെ വിട്ടുപിടിച്ചാലും യുദ്ധം ഒരു ഭരണാധികാരി എപ്പോൾ വേണമെങ്കിലും തളർത്താം. ആ ഒരു തിരിച്ചറിവിന്റെ പാതയിലൂടെ പിന്നൊരു തിരിച്ചുപോക്ക് അവർ ആഗ്രഹിക്കും. പക്ഷേ ആ തിരിച്ചുപോക്ക് അത്ര എളുപ്പമാവില്ല. വഴിയിൽ കാത്തിരിക്കുന്നതോ എണ്ണയിലൊതുങ്ങാത്ത വെല്ലുവിളികൾ. നോളന്റെ ഒഡീസി അത്തരമൊരു കഥയാണ്. ട്രോജൻ യുദ്ധം കഴിഞ്ഞ് ഇത്താക്കയിലേക്കുള്ള ഒഡീസിയുടെയും കൂടെയുള്ള പടയാളികളുടെ യാത്രയും വെല്ലുവിളികളും ഒക്കെയാണ് ഒഡീസിയെ ശ്രദ്ധേയമാക്കുന്നത്. കോവാകളിലെ ദേവന്മാർ സൃഷ്ടിക്കുന്ന കടൽക്ഷോഭങ്ങളും വലിയ മനുഷ്യരാക്ഷസന്മാരും ഒറ്റക്കണ്ണ സൈക്ലോപ്സും വിഷ്ക്രാഫ്റ്റും ഈ പടത്തെ നോളൻ നല്ല രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം. 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന മടക്കയാത്രയിൽ ശാരീരിക തടസ്സങ്ങളെക്കാൾ കൂടുതൽ ഒഡീസിയെ അലട്ടുന്നത് യുദ്ധം തന്റെ മനസ്സിൽ അവശേഷിപ്പിച്ച മുറിവുകളാണ്. നോളന്റെ ഇതിനു മുമ്പ് ഇറങ്ങിയ പടങ്ങളായ മൊമെന്റോ, ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലർ തുടങ്ങിയ മൂവിയിലേക്ക് നോക്കിയാൽ എപ്പോഴും ഒരു തിരിച്ചുവരവിന്റെ കഥയായിരിക്കും. ഈ ഒഡീസിയിലും തിരിച്ചുവരവിന്റെ കഥയാണ് പറയുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ഹോമറിന്റെ ഇതിഹാസ കൃതിയെ അടിസ്ഥാനമാക്കിയാണ് നോളൻ ഒഡീസിയെ വെള്ളിത്തിരയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. യുദ്ധം, കുറ്റബോധം, വീണ്ടെടുപ്പിന്റെയും കഥയാണ് ഒഡീസി. ഇതിൽ ഒഡീസി അഭിനയിച്ച മാറ്റ് ഡാമൺ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ടോം ഹോളണ്ട്, ആൻ ഹാഥവേ, റോബർട്ട് പാറ്റിസൺ എന്നിവരുടെ പെർഫോമൻസും ശ്രദ്ധേയമാണ്. ഒരു സാധാരണ യുദ്ധപ്പടത്തെ അപേക്ഷിച്ച് യുദ്ധം അതിന്റെ തീവ്രത നേരിൽ കാണുമ്പോൾ ഒഡീസിയുടെ മനസ്സിലുണ്ടാകുന്ന ഭയവും കുറ്റബോധവുമാണ് നോളൻ ശ്രദ്ധ കൊടുക്കുന്നത്. അതുപോലെ VFXും ഗ്രാഫിക് ഡിസൈനുകൾക്ക് പകരം കഥാപാത്രങ്ങളുടെ വൈകാരിക സംഘർഷങ്ങൾക്കാണ് ഈ പടത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പടത്തിന്റെ കഥയും ആ പടം കാണുമ്പോൾ അതിലെ ഓരോ സീൻസുകളും പ്രേക്ഷകരെ ഇമോഷണലി ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ ഗ്ലാഡിയേറ്റർ ലെവൽ ക്ലൈമാക്സ്, അതെങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല, അത് സൂപ്പറാണ്. ഈ മൂവി എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ, യുദ്ധം, അതിന്റെ തീവ്രത, ഒരു മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികൾ, അത് കൃത്യമായി പ്രേക്ഷക മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.